ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്, ഇത് റോൺ സർ. കേരള സ്റ്റോറി 2 വീണ്ടും കോൺട്രവേഴ്സറി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ കേരള സ്റ്റോറിയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒരു 37 വിക്ടിംസിനെ കൂട്ടി ഒരു മീഡിയയുടെ മുന്നിൽ സംസാരിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതിൽ മീഡിയാസ് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ഈ വരാൻ പോകുന്ന ഇലക്ഷനെ മുൻനിർത്തി ചെയ്ത ഒരു പ്രൊപ്പഗൻഡയാണോ ഈ സിനിമ? അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് മീഡിയാസ് ഓരോന്നായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി പറയുന്നുണ്ട്, ഇത് കേരള സ്റ്റോറി 2 കേരളത്തിലെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ഒന്നുമല്ല, ഇത് ബിയോണ്ട് കേരളയാണെന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സംഭവം ഇതിൻ്റെ അകത്തില്ല, പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന കേരളത്തിലാണ്. അപ്പോൾ അവരുടെ ഫസ്റ്റ് പാർട്ട് തുടങ്ങി വെച്ച പോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന കേരളത്തിലാണ്. ഈ ലവ് ജിഹാദും കാര്യങ്ങളൊക്കെ കേരളത്തിൽ നിന്നാണ്. നിങ്ങൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം കോടതി പോലും ഒഴിവാക്കി വിട്ട കേസാണ്. പിന്നെ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഇത് ലവ് ജിഹാദ് കേരളത്തിൽ നിന്നാണെന്നൊക്കെ പറയുന്നത്? ഒരു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് നിങ്ങളിവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഒരു മീഡിയയിലേക്ക് പ്രതീക്ഷപ്പെടുന്നത് ഇത് അത്രമാത്രം ഹെയ്റ്റ് ഈ വിഷയത്തിൽ സ്പ്രെഡായിട്ടുണ്ട്. കേരളൈറ്റ്സ് ഇത് ഒന്നടങ്കം ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ടും ഇത് ഇവിടെ ചിലവാവില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ ചിലവാവില്ല എന്നുള്ള ഒരു ഇതും കൊണ്ട് തന്നെയാണ് ഇവർ ഇതിൻ്റെ മുന്നിൽ ഇത് പ്രതികരിച്ചിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളപൂശൽ പോലെയാണ് ഇത് മീഡിയയിലേക്ക് വന്നിട്ട്, അയ്യോ കേരള ഏറ്റവും സുന്ദരമായ ഒരു സ്റ്റേറ്റാണ്, കേരളത്തിലെ കുറിച്ചല്ല ഞങ്ങൾ ഈ പറയുന്നത്, നിങ്ങളൊക്കെ ഇങ്ങനെ അതിനൊരു അർത്ഥം കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾ ആ സ്റ്റേറ്റിനോട് ചെയ്യുന്ന അനീതികേടാണ്, അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഒരു തലം ഇതിന് ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ വെള്ളപൂശുന്നുണ്ട് ഇതിനെക്കുറിച്ച് പ്രൊഡ്യൂസറും ഡയറക്ടറും. പിന്നെ ഒരു 37 വിക്ടിംസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അത് 2-3 പേരാണ് സംസാരിക്കുന്നത്. അതിൽ കണ്ടു വയസ്സായ ആൾക്കാർ പോലും വിക്ടിംസിൻ്റെ കൂട്ടത്തിലുണ്ട്. എനിക്കറിയില്ല ഈ ലവ് ജിഹാദൊക്കെ എന്ന് മുതലാണ് തുടങ്ങിയെന്ന് പോലും അറിയത്തില്ല. അത്രയും രീതിയിൽ പഴയ ആൾക്കാരെ വരെ കൊണ്ടുവന്നിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ. കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരു കാര്യം ഇതിനെയൊക്കെ ഒരുപാട് ഹെയ്റ്റ് ബാക്കിയുള്ളവരുടെ ഇടയിൽ കൊണ്ടുവരികയാണ് ചെയ്തേക്കുന്നത്. എസ്പെഷ്യലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ഇതിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം മീഡിയയുടെ മുന്നിൽ ഇതെല്ലാം പൊളിഞ്ഞു വീണപ്പോൾ വന്ന് പ്രസംഗിക്കുകയാണ്, ഇത് ഇലക്ഷൻ്റെ ഭാഗമല്ല, അപ്കമിങ് ഇലക്ഷൻ്റെ ഭാഗമല്ല, ഇതിനൊരു പ്രൊപ്പഗൻഡ ഇല്ല. ഇത് വ്യക്തമായ ഒരു പ്രൊപ്പഗൻഡ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. വരുന്ന ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രൊപ്പഗൻഡ തന്നെയാണ് ഇത്. നിങ്ങൾ എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും ഇമാതിരി ചെയ്തൊക്കെ ഇതിന് വ്യക്തമായ ഒരു പ്രൊപ്പഗൻഡ നിങ്ങൾക്കൊക്കെ ഉണ്ട്, അല്ലാതെ ഒരിക്കലും ഇങ്ങനൊരു സംഭവം വരില്ല. അപ്പോൾ അതിനെ ഇനി വെള്ളപൂശിയിട്ടും കാര്യമില്ല. നിങ്ങൾ ഇനി എത്ര വിക്ടിംസിനെ അല്ല ഇനി എന്തുകൊണ്ട് വന്നിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ നിങ്ങൾ വ്യക്തമായ ഉദ്ദേശം വെച്ചിട്ടുള്ള കളി, അത് കേരളത്തിലെ ആൾക്കാരുടെ ഇടയിൽ ചിലവാവില്ല. കേരളത്തിൽ അത്ര പൊട്ടന്മാരല്ല നിങ്ങളുടെ ഈ ഇതൊക്കെ വിശ്വസിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ പാർട്ടി പ്രവർത്തകർ എൻ്റെ സംഖ്യകളിൽ ഇത് കൈ ഒഴിഞ്ഞ കേസ് കേട്ടുള്ള ഒരാളോട് ഇതേപോലെ സിനിമ കാണുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാര് കൈമലർത്തി, ഞാൻ ഈ പടം കാണില്ല, കാണേണ്ടിയവർ കാണാമെന്നുള്ള രീതി വരെ പരാമർശങ്ങൾ ഉണ്ടായി. പിന്നെ അപ്പം ഇതേപോലുള്ള ഹെയ്റ്റ് ദയവ് ചെയ്ത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞാൽ എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അങ്ങനെ ഒരു ലേബൽ കൊടുത്തത്? നിങ്ങൾ വല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റോറിന്നോ എന്നൊക്കെ പറഞ്ഞ് ലേബൽ കൊടുക്കുക. അത് കേരളത്തിൻ്റെ പേര് വെച്ചിട്ടല്ല ഇമാതിരി തോന്നിവാസങ്ങൾ കാണിക്കേണ്ടത്. നിങ്ങളെന്തിലും അല്ലെങ്കിൽ അവിടുത്തെ ഒരു സൈഡിലെ പേര് കൊടുത്ത് ഇതിനെ ഇറക്കി. എന്തുകൊണ്ട് കേരളത്തിൻ്റെ ലേബൽ ഇതിനെ ഇറക്കി ഇത്രമാത്രം ഹെയ്റ്റ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നു? അതാണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ പറയുക, പിന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക.